ഈ സാധനം അതാ 3 ഇത് ശരിക്കും നേരത്തെ ഉണ്ടായിരുന്ന മസരാട്ടി മോഡലിലൊക്കെ ഈ പാഡൽ ഷിഫ്റ്റേഴ്സിൻ്റെ പ്രത്യേകത ഈ മസരാട്ടിയുടെ ലോഗോയുടെ പിന്നിൽ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഇത് നമ്മൾ ശരിക്കും ഫെറാറിയിൽ കണ്ടിട്ടുള്ള ഒരു സൈഡ് വ്യൂ മിററാണ്. 4 സഹോദരങ്ങൾ ചേർന്ന് 1914 ഒരു സ്പാർക്ക് പ്ലഗ് നിർമ്മാണ കമ്പനി ആരംഭിക്കുക. പിന്നീട് അവർ കാറുകൾ നിർമ്മിച്ചു തുടങ്ങുക. അങ്ങനെ കാറുകൾ നിർമ്മിച്ചു തുടങ്ങുന്ന സമയത്ത് കാറിന് വേണ്ടി കാര്യമായിട്ട് പണിയൊന്നും എടുക്കാത്ത 4ാമത്തെ സഹോദരൻ അതിനുവേണ്ടി ഒരു ലോഗോ ഡിസൈൻ ചെയ്യുക. അത് പിന്നീട് ലോക പ്രശസ്തമാവുക. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കഥകൾ പറയാനുണ്ട് മസരാട്ടി എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിക്ക്. ഇപ്പോൾ നമ്മളുള്ളത് സ്റ്റൂബീസ് മോട്ടോഴ്സിലാണ്. ഇവിടെ വെച്ച് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മസരാട്ടി എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ MC20 എന്ന് പറയുന്ന മോഡലാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വാഹനത്തിനകത്തുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ ചരിത്രം, ഇതിൻ്റെ ഡിസൈൻ, നിർമ്മാണ മികവ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ കൂട്ടുകാർക്കും അവളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് മസരാട്ടി MC20. MC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസരാട്ടി കോഴ്സ് 2022 എന്നുള്ളതിൻ്റെ ഷോർട്ടാട്ടോ. ഇതിൻ്റെ മോഡൽ നെയിം അതാണ്. ഈ വാഹനങ്ങളുടെ പ്രത്യേകത മസരാട്ടി ഇതിനെ 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന്, താഴേക്ക് വരുന്ന സമയത്ത്, അതായത് ലോവർ ഡിസൈൻ പാർട്ടുകളൊക്കെ ഒരു പെർഫോമൻസ് ഡിവിഷനായിട്ടാണ് അവർ കാണുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എയറോഡൈനാമിസം, പെർഫോമൻസ്, ഫാസ്റ്റ്, അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. മുകൾ ഭാഗം ബ്യൂട്ടി ആയിട്ടുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഡിസൈൻ എലമെൻറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും. അതിന് മുമ്പ് ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പ്രൊഡക്റ്റ് ഇൻവോൾവ് 1 എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. ഇത് നമ്മൾ കാറിനകത്ത് ഉപയോഗിക്കുന്ന ഒരു എയർ ഫ്രാഗ്രൻ്റ് ആണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഉപയോഗിച്ച് ഭയങ്കര അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമുക്ക് ആമസോണിൽ വാങ്ങാൻ കഴിയും. 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ഒരുപാട് ഫ്രാഗ്രൻസിൽ അവൈലബിൾ ആണ്. അപ്പം നേരത്തെ മസ്കും അതുപോലെ തന്നെ സിട്രസൊക്കെ ട്രൈ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് മാറ്റി സ്പ്ലാഷ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. വ്യത്യസ്തമായിട്ടുള്ള ഫ്രാഗ്രൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലത് സെലക്ട് ചെയ്യുക. പിന്നെ ഒരുപാട് പേഴ്സണലി ചോദിക്കേണ്ടത് നല്ല ഫ്രാഗ്രൻ്റ് ഏതാണ്, അതൊക്കെ ഓരോ ആൾക്കാരുടെ ചോയ്സാണ്. അപ്പം വളരെ കുറഞ്ഞ വിലയുള്ളൂ, 300 രൂപയുള്ളൂ. ആ 300 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു 3 മാസം വരെ ഉപയോഗിക്കാം. വെർത്താണ്. ഉപയോഗിച്ച് ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ എന്തായാലും വീണ്ടും നമ്മൾ നമ്മുടെ മസരാട്ടി MC20യിലേക്ക് വരികയാണ്. അപ്പോൾ ആദ്യം തന്നെ അല്ലേ, നമ്മൾ എവിടേക്കോ ഒരു സൂപ്പർ കാറിൽ കണ്ട ആ ഒരു ഡിസൈൻ എലമെൻറ്റുകൾ ഇവിടെ കാണാം. ആ ഒരു എയറോഡൈനാമിക് പാർട്ടുകളും കാര്യങ്ങളൊക്കെ ശരിക്കും മസരാട്ടിയുടെ ഒരു സൂപ്പർ കാർ കൂടിയാണിത്. മിഡ് എഞ്ചിനാണ്, അതുപോലെ തന്നെ റിയർ വീൽ ഡ്രൈവ് വാഹനമാണ്. അങ്ങനെയുണ്ട്. ഇനി ഹെഡ് ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 3 സ്ലാറ്റുകൾ പോലെയാണ് DRL ഇട്ട് ക്രമീകരിച്ചുള്ളത്. അതിലൊരു കണ്ടിന്യൂഷൻ പോലെ ഇവിടെയും നമുക്കൊരു 3 പാർട്ടുകൾ കാണാം. അതുപോലെ തന്നെ LED ഹെഡ് ലാമ്പ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, പ്രൊജക്ടർ ഹെഡ് ലാമ്പ്. അതിനകത്ത് മസരാട്ടി എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. ഇവിടെ ഒരു എയർ സ്കൂപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ആ ഒരു എയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനിലേക്ക് കൊടുക്കുന്നതാണോ അവിടെ നിന്ന് എടുക്കുന്നതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ പോലെ. പക്ഷേ എഞ്ചിൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കടന്നു പോകുന്ന എയറിനെ അതുവഴി പുറത്തേക്ക് തള്ളിക്കളയുന്ന പോലെയാണ് അത് ക്രമീകരിച്ചുള്ളത്. ലിപ്പ് ഭാഗങ്ങളോ കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്കുണ്ടോ ഒരു ഗ്രിൽ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് മസരാട്ടിയുടെ ലോഗോ. ഈ മസരാട്ടിയുടെ ലോഗോയുടെ പിന്നിൽ രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് 4 സഹോദരന്മാർ ചേർന്നിട്ടാണ് ഈ ഒരു കാർ നിർമ്മാണ കമ്പനി ഉണ്ടാക്കിയതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് 4ാമത്തവൻ മാർക്കോ മസരാട്ടി എന്ന് പറയുന്ന 4ാമത്തെ ബ്രദറാണ് ഈ ലോഗോ ഉണ്ടാക്കിയത്. ഈ ലോഗോ ഉണ്ടാക്കുന്നതിന് പിന്നിലും ഒരു രസകരമായിട്ടുള്ള കാര്യമുണ്ട്. ബൊലോഗ്ന എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്റ്റാറ്റ്യൂ ഓഫ് നെപ്റ്റ്യൂൺ ഫൗണ്ടെയിൻ എന്ന് പറയുന്ന അതിനകത്ത്, അതായത് ഒരു പ്രതിമയാണ്. ആ പ്രതിമയ്ക്കകത്ത് അയാൾ പിടിച്ചുകൊടുക്കുന്ന വടിയുടെ തുമ്പത്ത് അതൊരു തൃശൂലമാണ്. ആ തൃശൂലത്തിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഈ ലോഗോ ഉണ്ടായത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു തൃശൂലം പോലെയാണ് ഏറെക്കുറെ ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ നിന്നാണ് ലോക പ്രശസ്തമായിട്ടുള്ള മസരാട്ടി ലോഗോ ഉണ്ടായത് എന്നുള്ളതാണ്. ആദ്യത്തെ ഘട്ടങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു 1950 കാലഘട്ടങ്ങളിലാണ് ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ പ്രസിദ്ധപ്പെട്ട് തുടങ്ങിയത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പാർക്കിംഗ് സെൻസറുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാം. ഇവിടെയും നമുക്ക് മസരാട്ടിയുടെ ഒരു ലോഗോയും ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ. ഈ ഭാഗങ്ങളൊക്കെ ശരിക്കും നമ്മൾ കണ്ട് ശീലിച്ച ഒരു സൂപ്പർ കാർ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് കാർ സ്റ്റൈലിൽ തന്നെയാണ് ഫ്രണ്ട് ഭാഗം ഒക്കെ കൊടുത്തിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴ്ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് എയറോഡൈനാമിസം, സ്പീഡ്, സ്കിഡ് പ്ലേറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. മുകളിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ബ്യൂട്ടി പാർട്ടുകളാണ് പ്രധാനമായിട്ടും ചർച്ചയാവുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് വീല് കാണാം. 20 ഇഞ്ച് വീലുകളാണ്. ഒരു വ്യത്യസ്തമായിട്ട് ശരിക്കും ആ ഒരു മസരാട്ടിയുടെ ലോഗോ പോലെ തന്നെ ഒരു തൃശൂലം പോലെയാണ് ഈ വീൽ പാറ്റേൺ ക്രമീകരിച്ചുള്ളത്. അതിനകത്ത് ബ്രേക്ക് കാലിപ്പേഴ്സ്, ഡിസ്ക് ബ്രേക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. MC20 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സാധനം അതാ 3 ഇത് ശരിക്കും നേരത്തെ ഉണ്ടായിരുന്ന മസരാട്ടി മോഡലിലൊക്കെ ഒരു എയർ വെൻറ്റ് പോലെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒന്നുകൂടി മോഡർണൈസ് ചെയ്ത് ഒരു 3 പാർട്ട് കൊടുത്തിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഒരു എയർ സ്കോപ്പ് കാര്യങ്ങളൊക്കെ കാണാം. അത് ശരിക്കും പറഞ്ഞാൽ ടയറിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന എയറിനെ പുറത്തേക്ക് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്താണ്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിലുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു ബട്ടനാണ്. ഈ ബട്ടൺ പ്രസ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോർ ഓപ്പൺ ആക്കാം. ഒരു ഇലക്ട്രോണിക് ഡോറുകളാണ്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് പ്ലാസ്റ്റിക്
ഭാഗം അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു എയറിനെ സഖ്യത കളയുന്ന ഒരു ഭാഗവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് എഞ്ചിൻ്റെ ബ്രീത്തിങ് ഭാഗം. മിഡ് എഞ്ചിനാണെന്ന് ഞാൻ പറഞ്ഞു. എഞ്ചിനിലേക്ക് ഞാൻ വരാം, ആ സമയത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ സംസാരിക്കാം. മസരാട്ടിയുടെ ഒരു ലോഗോ യൂണിറ്റും കാണാം. ഇനി ഈ സൈഡ് വ്യൂ മിററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ ശരിക്കും ഫെറാറിയിൽ കണ്ടിട്ടുള്ള ഒരു സൈഡ് വ്യൂ മിററാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം മസരാട്ടിയും അതുപോലെ തന്നെ ഫെറാറിയും തമ്മിലൊരു പാർട്ട് ഷെയറിങ് എഗ്രിമെൻ്റ് ഉണ്ട്. അവിടെ ചില ഭാഗങ്ങൾ നമ്മളെപ്പോഴും ഫെറാറിയിൽ കണ്ട പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അതിൻ്റെ ഭാഗമാണ് ആ സൈഡ് വ്യൂ മിറർ എന്നുള്ളത്. ഇനി ബാക്ക് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെയിൽ ലാമ്പ് യൂണിറ്റ് ഇവിടെ കാണാം. ഇത് ഭയങ്കര നീളമുള്ള ഒരു LED ടെയിൽ ലാമ്പ് യൂണിറ്റാണ്. ഫ്രണ്ടിൽ നമ്മൾ DR കണ്ടതുപോലെ തന്നെ ആ ഒരു സ്ട്രൈറ്റ് ലൈൻ പാറ്റേൺ അതിനകത്ത് ക്രമീകരിച്ചുള്ളത്. മെസറാട്ടി എന്ന് ആ ഒരു എഴുത്ത് നല്ല രസമുണ്ടല്ലേ. കുറേയൊക്കെ അത് തന്നെയാണ് അവരുടെ ലോഗോ എന്ന് പറയാം. എനിക്ക് തോന്നുന്നു ആ ലോഗോനേക്കാൾ ഒരു പക്ഷേ ഫേമസ് ഈ ഒരു റൈറ്റിംഗ് ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ ഡുവൽ എക്സോസ്റ്റ് നമുക്കിവിടെ കാണാം. ബാക്കിൽ അത് ശരിക്കും നമ്മൾ ലംബോർഗിനിയിലൊക്കെ കണ്ടതുപോലെ തന്നെ ആ ഒരു ഡുവൽ ടിപ്പ് ആ ഒരു സെൻറ്റർ ഭാഗത്താണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിഫ്യൂസറും കാര്യങ്ങളൊക്കെ കാണാം. ശരിക്കും ഈ വാഹനത്തിനകത്ത് ഒരു റിയർ സ്പോയിലർ ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മെസരാട്ടി അവകാശപ്പെടുന്നത് ഈ ഒരു ഭാഗത്ത് ഇതൊക്കെ ഒരു സ്പോയിലർ, അതായത് ഞാൻ ഉദ്ദേശിച്ച എക്സ്ട്രാ സ്പോയിലർ, ഇപ്പോൾ അഡ്ജസ്റ്റബിൾ സ്പോയിലർ എന്നൊക്കെ നമ്മൾ പറയില്ലേ ഫെറാറിയിലൊക്കെ കാണില്ല, അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് ഇല്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് എയറോഡൈനാമിക്കലി സ്ട്രോങ് ആണ് എന്നാണ് മെസരാട്ടി എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി അവകാശപ്പെടുന്നത് എന്നുള്ളതാണ്. ഇനി എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ ആ ഒരു തൃശൂലം പോലെ തന്നെ നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ നമുക്ക് കാണാം. അതുപോലെ ഈ ഷാർക്ക് ഫിൻ ആൻറ്റിനത അവിടെയാണ് ഇതിലെ ക്യാമറ യൂണിറ്റും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി നമുക്ക് എഞ്ചിൻ ഭാഗം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കിത് ഓപ്പൺ ആക്കാം. അകത്തൊരു ബട്ടണാണുള്ളത്. ഇതൊരു എഞ്ചിൻ ഭാഗം പ്ലസ് നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ലഗേജസും കാര്യങ്ങളൊക്കെ വെക്കാൻ അതിനൊരു ലാമ്പ് യൂണിറ്റും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് 3 ലിറ്റർ ടർബോ ചാർജർ V6 എഞ്ചിൻ. ഒരു V6 ആണ്. 620 ഹോഴ്സ് പവറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല മിഡ് എഞ്ചിനാണ് എന്നുള്ളതുകൊണ്ടാണ് മിഡിൽ കൊടുത്തുള്ളത്. റിയർ വീൽ ഡ്രൈവാണ്. ഓയിൽ ഫില്ല് ചെയ്യാനുള്ള ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഒരു മസരാട്ടിയുടെ ലോഗോ യൂണിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്തെല്ലാം ഈ മെറ്റീരിയലൊക്കെ ശരിക്കും ഒരു സോഫ്റ്റ് മെറ്റീരിയൽസ് ആണ്. അത് ഇവിടെയും നമുക്ക് അങ്ങനെ തന്നെയാണ് കൊടുത്തുള്ളത്. കൊള്ളാം. എഞ്ചിൻ ബ്രീത്തിങ് ഒക്കെ സൈഡിലാണ് വരുന്നത്. അതുപോലെ തന്നെ കാർബൺ ഫൈബർ മെറ്റീരിയൽസ് പോലെ നമുക്കിത് ഫീൽ ചെയ്യുന്നു. പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആട്ടോ. പെട്ടെന്ന് കാണുന്ന സമയത്ത് നിങ്ങളത് കാർബൺ ഫൈബർ മെറ്റീരിയലാണ് തെറ്റിദ്ധരിക്കുന്നത്. ഹൈഡ്രോളിക് സ്ട്രട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈസി ടു ഓപ്പറേറ്റ് ആണ്, വലിയ കുഴപ്പമില്ല. ഇവിടെ നോക്കി ഈ ലാംപ്സ് നോക്കിയാൽ ഹൈ ബൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് പോലത്തെ ഒരു ഭാഗം, അതൊക്കെ LED സ്ട്രിപ്സ് ആണ്. ഇനി നമ്മൾ അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വരുന്ന സമയത്ത് ഡോറിനെ കുറിച്ച് ആദ്യം പറയാം. ഇതൊരു ഇലക്ട്രിക്കലി ഓപ്പറേറ്റിംഗ് ഡോറാണ്. അതായത് നമ്മളിതിനകത്തൊരു ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ഈ ബട്ടൺ ഒന്ന് പ്രസ് കൊടുത്ത് ഞാൻ പ്രസ് ചെയ്യണം എടാ, ഡോർ ഇങ്ങോട്ട് ചാടി ആക്റ്റീവായിട്ട് നിൽക്കും. പിന്നെ നമുക്കിതൊന്ന് തള്ളി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതൊരു ബട്ടർഫ്ലൈ ഡോറാണ് കേട്ടോ. മുകളിലേക്കാണ് ഇത് ഓപ്പൺ ആയിട്ട് വരിക. നമ്മൾ പല വാഹനങ്ങളിലൊക്കെ കണ്ട് ശീലിച്ചിട്ടുള്ളതാണ്. ആ തരത്തിലാണ് ഇത് ക്രമീകരിച്ചത്. ഇവിടെയൊക്കെ ഒരു കാർബൺ ഫൈബർ മെറ്റീരിയൽ പോലത്തെ ഒരു ഭാഗമാണ് ക്രമീകരിച്ചത്. ഡോറിലേക്ക് നോക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് ഇല്ല. ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള ബട്ടൺസോ കാര്യങ്ങളോ ഒന്നും തന്നെ കാര്യമായിട്ടില്ലാത്ത ഒരു ഡോറാണ് ഈ വാഹനത്തിനകത്തുള്ളത്. ഇതൊരു അൽക്കണ്ടാറ മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഡോർ ഓപ്പണിംഗ് ബട്ടൺ ഉണ്ട്. അതായത് അകത്തുനിന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഇതുകൊണ്ട് ചാടി ആക്റ്റീവായിട്ട് നിൽക്കും. പിന്നെ നമുക്കൊന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഇനി ഇതാണ് ഡോർ ഹാൻഡിൽ. ഒരു ലെതർ ബെൽറ്റ് പോലത്തെ ഒരു സാധനമാണ് കൊടുത്തുള്ളത് ഡോർ ഹാൻഡിലായിട്ട് എന്നുള്ളതാണ്. സംഭവം നൈസ്. ഇനി അകത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പോർട്ടി സീറ്റുകളാണ് വരുന്നത്. നമ്മൾ ആ ഒരു ബ്ലൂ കളർ ലെതറും അതുപോലെ തന്നെ ഒരു ബ്ലാക്കും എനിക്കൊന്നിന് കുറച്ചുകൂടി രസമായിട്ട് തോന്നി. പെട്ടെന്ന് കാണുന്ന സമയത്ത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്പീൽ ആ ഒരു ബ്ലൂ കളറിന് കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. ഇവിടെ നമുക്ക് MC20 എന്ന് പറയുന്ന ഒരു സിൽ ഭാഗവും കാര്യങ്ങളും ഒക്കെ കാണാം. ഇനി ഞാൻ ഇതിനകത്തേക്കൊന്ന് കയറിയിരിക്കട്ടോ, ഇരുന്നിട്ട് കാണിക്കാം. പെർഫോമൻസ് കാറിൽ കയറൽ അറിയാമല്ലോ, കുറച്ചൊരു താഴ്ന്നേക്ക് ഇരിക്കുന്ന പോലെയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട്. കണ്ടോ, കാലൊക്കെ എനിക്ക് നേരെ സ്ട്രെച്ച് ചെയ്തിരിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാക്കിലൊക്കെ ഓടിക്കുന്ന സമയത്ത് അടിപൊളിയായിരിക്കും എന്നുള്ളതാണ്. നല്ല കംഫർട്ടുണ്ട്. കാണുന്ന സമയത്ത് എനിക്കിതിൽ കയറാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും കയറാനൊന്നും പ്രശ്നമൊന്നുമില്ല. ഇതൊരു 2 ഡോർ വാഹനമാണ്. അതുപോലെ തന്നെ 2 സീറ്ററുമാണ്. ഹെഡ് റൂം എനിക്ക് ഒരു 4 വിരലിൽ കൂടുതൽ ഗ്യാപ്പുണ്ട്. 5 വിരലിലേക്ക് എത്തുന്നില്ല. ആ തരത്തിലാണ്. അതായത് എനിക്ക് ഇത്രയും സ്ഥലം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇതിനകത്ത് സ്ഥലം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ ബോഡി ടൈപ്പുള്ള ആളുകൾക്കും ഇതിനകത്ത് ഇരിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, റൈറ്റ്. ഇനി ഇതാണ് ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീല്. ഒരു കാർബൺ ഫൈബർ മെറ്റീരിയലും അതുപോലെ തന്നെ ലെതർ റാപ്പിങ്ങും കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീല് വരുന്നത്. ഇതൊക്കെ കാർബൺ ഫൈബറാണ്. ഒരു 3 സ്പോക്ക് എന്ന് വിശേഷിപ്പിക്കാം. മെസരാട്ടിയുടെ ലോഗോ. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെയാണ് കൊടുത്തുള്ളത്. ഞാനൊന്ന് ജസ്റ്റ് ഇഗ്നിഷൻ ഓൺ ചെയ്തു. ഇപ്പോൾ ഡോർ ഓപ്പൺ ആണ് എന്നുള്ളതൊക്കെ അവിടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ കാണിക്കുന്നുണ്ട്. ലോഞ്ച് കൺട്രോളിൻ്റെ ബട്ടൺ ഇവിടെ നമുക്ക് കാണാം. അതുപോലെ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺസ്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം.
ഇനി ഇതാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അതിനകത്ത് MC20 എന്നിട്ടൊരു ഭാഗം കാണാം. അപ്പോൾ നമ്മളത് ഫംഗ്ഷൻ ചെയ്യുന്നതനുസരിച്ച് അത് അങ്ങോട്ട് കൊണ്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഞാനിത് ഓൺ ആക്കിയിട്ടില്ല, അതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് കാണിച്ചു. ജസ്റ്റ് ഇഗ്നിഷൻ ഓൺ ചെയ്ത് കാണിച്ചേക്കണം. മറ്റൊരു കാര്യം പാഡിൽ ഷിഫ്റ്റേഴ്സ്. ഈ പാഡിൽ ഷിഫ്റ്റേഴ്സിൻ്റെ പ്രത്യേകത ഇത് സ്റ്റിയറിംഗ് വീലിലല്ല പാഡിൽ ഷിഫ്റ്റേഴ്സ് ക്രമീകരിച്ചുള്ളത്. സ്റ്റിയറിംഗ് വീൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാലും പാഡിൽ ഷിഫ്റ്റേഴ്സ് അവിടെ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് എവിടെ വെച്ചും ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഇൻഡിക്കേറ്ററൊക്കെ ഇവിടെയാണ് കൊടുത്തുള്ളത്. ഇതിലൊരു തടസ്സം നേരിടുന്ന പോലെ എനിക്ക് തോന്നുന്നു. പക്ഷേ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാവില്ലല്ലേ, ഇങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും. കാരണം ഇതിൻ്റെ ബാക്കിലായതുകൊണ്ട് ഇത് വൈപ്പറിനെ ഇതിനൊക്കെ ഈ ഒരു ഇതിങ്ങനെ തടഞ്ഞു നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് വന്നു. അതുപോലെ ഇതൊക്കെ ഒരു അൽക്കണ്ടാറ മെറ്റീരിയലായിട്ടാണ് കൊടുത്തുള്ളത്. ഇവിടെ നമുക്ക് പാർക്ക് ബ്രേക്ക്, അതുപോലെ തന്നെ ബാക്കിൽ എഞ്ചിൻ കവർ ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ബ്ലൂ എലമെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഹെഡപ്പ് ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി ഇതാണ് ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ഒരു 7 ഇഞ്ച് അല്ലേ, 7 to 9 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം പോലെയാണ് കൊടുത്തുള്ളത്. വെഹിക്കിൾ, ഫോൺ, മിറർ ഡിമ്മറൊക്കെ അതിനകത്ത് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യാൻ നാവിഗേഷൻ, ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഒക്കെ ഉള്ളൊരിതാണ്. അപ്പോൾ തന്നെ ഇവിടെ നമുക്കൊരു MC20 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും നമുക്കിവിടെ കാണാം. ബൊലോഗ്ന എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ലോഗോ ഉണ്ടായതെന്ന് പറഞ്ഞില്ല. ശരിക്കും ഈ കാറ് അല്ലെങ്കിൽ ഈ മസറാട്ടി ബ്രദേഴ്സ് ഇത് സ്റ്റാർട്ട് ചെയ്ത് ബൊലോഗ്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് എന്നുള്ളതാണ്. ഇനി സെൻട്രൽ കൺസോളിലേക്ക് വരാം. കുറച്ചുകൂടി ഒരു ചെറിയ സെൻട്രൽ കൺസോളായിട്ട് എനിക്ക് തോന്നി. അതായത് നമ്മൾ കണ്ട ഭയങ്കര പെർഫോമൻസ് കാറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ചെറിയ സെൻട്രൽ കൺസോൾ. ഡ്രൈവ് മോഡുകൾ GT, സ്പോർട്ട്, കോഴ്സ, അതുപോലെ തന്നെ ESC, ഓഫ്, വെറ്റ്, അങ്ങനെ കുറച്ച് മോഡ് സെലക്ടേഴ്സ് ഇവിടെ കാണാം. ഇതിനകത്ത് തന്നെയാണ് സസ്പെൻഷൻ്റെ സെലക്ഷൻ. ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സസ്പെൻഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. മിഡ് ഡാമ്പർ, ആക്റ്റീവ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്പോർട്ട് മോഡ്, ഇത് രണ്ടും അതിൽ തന്നെയാണ് ക്രമീകരിച്ചുള്ളത്. ഇനി ഇതാണ് ട്രാൻസ്മിഷൻ, ഡ്രൈവ് മോഡ് അല്ലെങ്കിൽ മാനുവൽ മോഡ്, റിവേഴ്സ്, അത്ര മാത്രമേ ഉള്ളൂ. വേറെ കാര്യമായിട്ടുള്ള ബട്ടൺസോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തില്ല. പവർ വിൻഡോ കൺട്രോൾസ്, ലോക്ക് ബട്ടൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗണും ബട്ടൺ കാര്യങ്ങളും ഇവിടെ കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ്. ഇതിനകത്ത് നമുക്ക് ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ട് C ടൈപ്പും അതുപോലെ തന്നെ ഫസ്റ്റ് A ടൈപ്പും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഒരു കപ്പ് ഹോൾഡറും ഉണ്ട്. ഒറ്റ കപ്പ് ഹോൾഡറുള്ളൂ. ഡ്രൈവറും പാസഞ്ചറും തമ്മിൽ മിക്കവാറും അടിയായിരിക്കും. അപ്പോൾ പാസഞ്ചറോട് കൈ പിടിച്ചിരിക്കാൻ പറയേണ്ടി വരും വെള്ളക്കുപ്പി. ഇനി ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയർലെസ് ചാർജിങ് പോർട്ടാണ്. കാണുന്നതിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും, കാരണം ലൈറ്റിൻ്റെ ഒരു സീന് നന്നായിട്ടുണ്ട്. കാരണം നമ്മൾ ഷോറൂമിനകത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അതൊരു വയർലെസ് ചാർജിങ് പോർട്ടായിട്ടാണ് ക്രമീകരിച്ചത്. ഇനി ഇവിടെ ഓട്ടോമാറ്റിക് ഡേ നൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ, അതുപോലെ തന്നെ ഷെയ്ഡ്, അതൊക്കെ ഒരു വളഞ്ഞിക്കുന്നത് എന്താ പറയുക. ഇവിടെ ഒരു വളവുണ്ടാകും, നമുക്ക് ഇത് സംബന്ധിച്ചാൽ ഇവിടെ ഒരു കർവാണ്. അപ്പോൾ അതിനായിട്ട് കറക്റ്റ് മാച്ച് ആവാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ കൊടുത്തുള്ളത്. എന്താ ഡീറ്റെയിലിംഗ് അല്ലേ. സീറ്റിനകത്തും നമുക്കൊരു മെസറാട്ടിയുടെ ലോഗോ യൂണിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെ ഒരു ഗ്ലോ ബോക്സിനെയും ക്രമീകരിച്ചിട്ടുണ്ട്. നൈസല്ലേ സംഭവം, അടിപൊളി. അപ്പോൾ ഇതാണ് മസറാട്ടി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി. അതിൻ്റെ MC20 എന്ന് പറയുന്ന മോഡൽ, അവരുടെ ചരിത്രം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലോഗോക്ക് പിന്നിൽ സീക്രട്ട് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളുള്ളത് സ്റ്റൂബീസ് മോട്ടോഴ്സിലാണ്. ഷെയ്ഖ് സായിദ് റോഡിൽ ഒരുപാട് ലക്ഷറി കളക്ഷൻസ് ഉള്ളൊരു ഷോറൂമാണ് സ്റ്റൂബീസ് മോട്ടോഴ്സ്. ഇവിടെ Instagram ID താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൂഗിളൊക്കെ നിങ്ങളത് കയറി നോക്കുക. അത്യാവശ്യം ഒരുവിധം ലക്ഷറി കാറുകളൊക്കെ നിരന്തരം ഇങ്ങനെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാട്ടോ സ്റ്റൂബീസ് മോട്ടോഴ്സ്. അപ്പോൾ നമ്മളെപ്പം UAE വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ടിനൊക്കെ വാഹനങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിൽ ഒരു ഭയങ്കര കോപ്പറേറ്റീവാണ്. അപ്പം എല്ലാവരും ഒരു ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.